ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു അടിപൊളി മീനച്ചാറാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഒരു തട്ടിക്കൂട്ട് മീനച്ചാർ എന്നൊക്കെ പറയാം. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഫ്രൈ ചെയ്ത് ഇച്ചിരി നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇച്ചിരി മൂത്ത് ഇതായിട്ടിരിക്കുന്ന ഇഷ്ടം. അത്രയും മൂക്കണ്ടാത്തവർക്ക് അതനുസരിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പിന്നെ അതിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടി അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. പിന്നെ മീൻ കുറേശ്ശെയായിട്ട് നമ്മൾ വറുത്തെടുത്തു കേട്ടോ. ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കടുകും ഉലുവയും കൂടി പൊട്ടിക്കുന്നുണ്ട്. കടുകും ഉലുവയും നന്നായിട്ട് വേണം കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ലാണല്ലോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചത് നന്നായിട്ട് നമുക്കതിലോട്ട് ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് വാട്ടിയെടുക്കണം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അത് ഇടണം കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വാട്ടിയെടുക്കണം. ഒത്തിരി ഒന്നും വാടേണ്ട, അത്യാവശ്യം എന്നാൽ വാടുകയും ചെയ്യണം. അങ്ങനെ എനിക്ക് ഈ വെളുത്തുള്ളി നമ്മുടെ അച്ചാറിനകത്ത് കൂടുതലായിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ എണ്ണയിൽ കിടന്നത് നന്നായിട്ട് ഇങ്ങനെ വാടി വരണം. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മുടെ ഇവിടെ ഉണ്ടായതാട്ടോ, അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളായിരുന്നു, അതാണ്. പിന്നെ നന്നായിട്ട് വാടി നമ്മൾ നന്നായിട്ട് ഇളക്കി അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒത്തിരി അങ്ങ് മൂക്കണ്ട. അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. കാരണം ഇവിടെ അധികം എരിവ് വേണ്ട, എന്ന കളറും വേണം. അങ്ങനെ ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ആവശ്യത്തിന് കേട്ടോ മഞ്ഞൾപ്പൊടി, നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കനുസരിച്ചല്ലേ അടിക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. നല്ല മൂത്ത് ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കുറച്ച് ഇതായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും മൂക്കുണ്ടെങ്കിൽ കുറച്ച് ഇതാക്കി അങ്ങ് എടുത്താൽ മതി. പിന്നെ നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ആവുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഞാനിങ്ങനെ എടുത്തു വന്നപ്പോൾ ഒട്ടും ചാറില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ചാറൊക്കെ ഉള്ളതാണ് ഇഷ്ടം. കാരണം ഇത് അപ്പം എടുക്കുന്നതല്ലല്ലോ, 2 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ തിളപ്പിച്ച വെള്ളവും കൂടി നമ്മൾ ആ അച്ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചൊഴിച്ചാൽ മതി. അതനുസരിച്ച് നമ്മളെടുത്തിട്ട് ചാറ് വേണ്ട അനുസരിച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല അച്ചാറായിട്ട് തന്നെ വരും. ഒരു